അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് തൻഹ. ഞാൻ 10th ഗ്രേഡിൽ പഠിക്കുന്നു. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മാറോഫങ്ങളുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൂളിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ലീഡറായിട്ട് മുന്നിട്ടിറക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം എൻ്റെതൊരു ഡോമിനൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ലീഡറായിട്ട് ഞാൻ മുന്നിട്ടിറങ്ങുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ് ടാസ്ക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കുള്ള ടാസ്ക്സ് ഓരോ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ മുമ്പ് റാൻഡമായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ടാസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ് ഉണ്ടായത്. പക്ഷേ മാറഫങ്ങളുടെ സെഷൻസ് കിട്ടിയതിന് ശേഷമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ആളുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്തുന്ന രീതിയിൽ അയാൾക്ക് ടാസ്ക് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായത്. ഇപ്പോൾ ഒരു ആളെടുത്ത് ഞാൻ കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ പേഴ്സണാലിറ്റി ഏകദേശം മനസ്സിലാക്കാൻ എനിക്കിപ്പോൾ കഴിയും. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ എൻഡ് റിസൾട്ട് പ്രസൻറ്റേഷന് ഭയങ്കര ഇമ്പ്രൂവ് ആയി. അപ്പം അത് ആ റീസൺ കൊണ്ടല്ല ഞാൻ മാറഫങ്ങളുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിന്നത്. എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻ്റെ ഫ്യൂച്ചർ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിരുന്നു ഈ ECG എന്ന് പറയുന്ന ECG ഗോൾസ് സെറ്റിങ്. അപ്പോൾ അതിൽ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. നമുക്ക് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള കാറ്റഗറിയിലേക്ക് കൊടുക്കാം. പിന്നെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് കോൺട്രിബ്യൂഷനിൽ കൊടുക്കാം. പിന്നെ ഗ്രോത്തിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ എന്തൊക്കെ രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ളത് ഗ്രോത്തിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനൊരു കവർ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പേരൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് എക്സ്പീരിയൻസസിലുള്ള ഒരു സബ് കാറ്റഗറിയാണ് ലവ് റിലേഷൻഷിപ്സ്. ലവ് റിലേഷൻഷിപ്സിൽ എന്തും വരും. നമ്മളെ ഫാമിലി ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്സ്, ഫ്യൂച്ചർ പാർട്ട്ണർ ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്സ്, അതൊക്കെ വരും. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കൊടുത്തത് എൻ്റെ എൻഡ് ഗോൾ ആയിട്ട് കൊടുത്തത് ലിവിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. ലിവിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് വിത്ത് സ്റ്റഡിങ് ഇൻ ഇന്ത്യ. നാട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് ACE എക്സാംസ്. എൻ്റെ 10th ബോർഡ് എക്സാംസ് 95% കൂടി എഴുതി ജയിച്ച് നല്ല മാർക്ക് കിട്ടി. നാട്ടിൽ ഒരു നല്ല സ്കൂളിൽ ഏത് സ്കൂളിലും ചേരാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ലിവിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് എന്നുള്ള എൻ്റെ എൻഡ് ഗോളിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് ACE മൈ എക്സാംസ്. നെക്സ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ വരുന്ന അടുത്തൊരു സബ് കാറ്റഗറിയാണ് ഫ്രണ്ട്ഷിപ്സ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലൂടെ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണോ അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തതാണ് ട്രാവൽ ഓവർസീസ്. എൻ്റെ ഫ്രണ്ടിനോട് ട്രാവൽ ഓവർസീസ് എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് മെയിൻറ്റെയിൻ കോണ്ടാക്ട്. അവളുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പിൽ തന്നെ എൻ്റെ വേറൊരു ഗോളാണ് ബേക്ക് ടുഗെദർ. ഫ്രണ്ടിൻ്റെ കൂടെ ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അതിന് വേണ്ടിയിട്ടുള്ള മീൻസ് ഗോളാണ് ഗെറ്റ് ടുഗെദർ, മീറ്റപ്പ്, ദെൻ ബേക്ക് വാട്ട് എവർ യു വാണ്ട്. നെക്സ്റ്റ് എക്സ്പീരിയൻസിൽ വരുന്ന അടുത്തൊരു കാറ്റഗറിയാണ് അഡ്വെഞ്ചേഴ്സ്. നമുക്ക് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ എന്തൊക്കെ അഡ്വെഞ്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണോ അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തത് ഫ്ലൈ ഫസ്റ്റ് ക്ലാസ്, എമിറേറ്റ്സിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള എൻ്റെ മീൻസ് ഗോളാണ് സേവ് അപ്പ്. അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറയാൻ വിട്ടതാണ്, നമ്മൾ ഇതിനൊക്കെ വിഷ്വൽസ് സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വിഷ്വൽസ് എത്ര കാണുന്നോ അത്രയും നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടും. കാരണം അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എൻ്റർ ചെയ്യും. നെക്സ്റ്റ് അഡ്വെഞ്ചേഴ്സിൽ തന്നെയുള്ള വേറൊരു ഗോളാണ് ട്രാവൽ ഇൻ എൻ 18-hour ഫ്ലൈറ്റ്. അതിൻ്റെയും മീൻസ് ഗോൾ എന്ന് പറയുന്നത് സേവ് അപ്പ് തന്നെയാണ്. നെക്സ്റ്റ് എക്സ്പീരിയൻസിലുള്ള വേറൊരു സബ് കാറ്റഗറി എൻവയൺമെൻറ്റ്. നമുക്ക് ഏത് എൻവയൺമെൻറ്റിലാണോ എങ്ങനത്തെ എൻവയൺമെൻറ്റിലാണോ നമുക്ക് ലിവ് ചെയ്യേണ്ടതെന്നുള്ളത്, നെക്സ്റ്റ് 10 ഇയേഴ്സിൽ ലിവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൽ കൊടുക്കേണ്ടത്.
അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റഡി ഇൻ എ വെൽ നോൺ യൂണിവേഴ്സിറ്റി, നല്ലൊരു യൂണിവേഴ്സിറ്റി, നാട്ടിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോൾ ഗെറ്റ് എ സ്കോളർഷിപ്പ്, നന്നായി പഠിച്ചിട്ട് ഒരു സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത്. നെക്സ്റ്റ് കോൺട്രിബ്യൂഷനിലെ സബ് ടോപ്പിക് കരിയറിലൂടെ നമുക്ക് സൊസൈറ്റിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് എംപ്ലോയീസ്, ഞാൻ അതിനുള്ള മീൻസ് ഗോളാണ് ബിക്കം എ ബിസിനസ് വുമൺ. ഞാനൊരു ബിസിനസ് വുമൺ ആയി എന്നിട്ട് എൻ്റെ എംപ്ലോയീസായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഗോൾ. നെക്സ്റ്റ് ക്രിയേറ്റീവ് ലൈഫ് നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണ് ഇതിൽ, ആഗ്രഹമുള്ളത് എന്താണോ അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. അതിൽ ഞാൻ കൊടുത്തതാണ് ക്രിയേറ്റ് കോണ്ടന്റ്, പ്രൊഡക്ടിവിറ്റി ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അതിനുള്ള മീൻസ് ഗോളാണ് ഡെമോ വീഡിയോസ് ഫിൽം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കോൺട്രിബ്യൂഷനിലെ വേറൊരു കാറ്റഗറിയാണ് ഫാമിലി ലൈഫിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട്, എൻ്റെ ഫാമിലീനെ ഞാൻ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മെയിൻ ഗോളാണ് ബിക്കം എ ബിസിനസ് വുമൻ. ഫാമിലി ലൈഫിൽ തന്നെ എൻ്റെ വേറൊരു ഗോളാണ് ഓർഗനൈസ് ഗാദറിങ്സ്, ഫാമിലി ഗാദറിങ്സ് ഓർഗനൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോൾ മെയിൻറ്റെയിൻ കോൺടാക്ട് വിത്ത് മൈ റിലേറ്റീവ്സ്. നെക്സ്റ്റ് കോൺട്രിബ്യൂഷനുള്ള വേറൊരു കാറ്റഗറി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത് അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് പീപ്പിൾ വിത്തൗട്ട് ജോബ്സ്, ജോലി നോക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആ എൻഡ് ഗോളിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് ബിക്കം എ ബിസിനസ് വുമൻ. നെക്സ്റ്റ് ഗ്രോത്തിലുള്ള ആദ്യത്തെ സബ് കാറ്റഗറി എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ എനിക്ക് എന്തൊക്കെ ഗ്രോത്ത് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൊടുത്തത്. ഇപ്പോൾ ഫസ്റ്റ് എക്സസൈസ് കൺസിസ്റ്റൻ്റ്ലി, ഒരു പെർഫെക്റ്റ് എക്സസൈസ് റുട്ടീന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ എൻ്റെ മീൻസ് ഗോൾ എന്ന് പറയുന്നത് സൈക്ലിംഗ്, ഐ വിൽ റൈഡ് മൈ ബൈസിക്കിൾ എവറി അതർ ഡേ. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ തന്നെ എൻ്റെ വേറൊരു ഗോളാണ് ഈറ്റ് ഹെൽത്തി, ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ എൻഡ് ഗോളിനുള്ള എൻ്റെ മീൻസ് ഗോളാണ് റിഡ്യൂസ് ഷുഗർ ആൻഡ് യൂസ് ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ്. നെക്സ്റ്റ് ഗ്രോത്തിലുള്ളതാണ് ഇന്റലക്ച്വൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേണിംഗ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ വരുന്നതാണ് ഇന്റലക്ച്വൽ ലൈഫ്. അപ്പോൾ ആ ഇന്റലക്ച്വൽ ലൈഫിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് റീഡ് ഓൾ ദി ബുക്സ് ഇൻ മൈ ലിസ്റ്റ്. അപ്പോൾ ആ എൻഡ് ഗോളിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് റീഡ് ഡെയിലി, എല്ലാ ദിവസവും വായിക്കാനുള്ളത്, അറ്റ്ലീസ്റ്റ് 20 minutes. നെക്സ്റ്റ് ഗ്രോത്തിൽ വരുന്ന വേറൊരു കാറ്റഗറി സ്കിൽസ്. അപ്പോൾ നമ്മുടെ സ്കിൽസിൽ നമുക്ക് എന്തൊക്കെ ഗ്രോത്ത് ആഗ്രഹമുണ്ടോ അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും പെർഫെക്റ്റ് ആക്യുറസി ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് പ്രാക്ടീസ് ഡെയിലി. അപ്പോൾ സ്കിൽസിൽ തന്നെയുള്ള എൻ്റെ വേറൊരു ഗോൾ എന്ന് പറയുന്നത് ലേൺ ഇനഫ് കുക്കിംഗ് സ്കിൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് ഹെൽപ്പ് ഇൻ ദി കിച്ചൺ ആൻഡ് ട്രൈ മൈ ഓൺ റെസിപ്പീസ്. നെക്സ്റ്റ് ഗ്രോത്തിൽ വരുന്ന വേറൊരു കാറ്റഗറി സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ റിലിജിയനും സോളും ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇതിൽ വരിക. സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യണോ അത് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് ദി ഖുർആൻ നന്നായി മനസ്സിലാക്കുക, അത് ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൻസ് ഗോളാണ് ഖുർആൻ ജേർണലിംഗ് എന്നുള്ളൊരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് സ്പിരിച്വൽ ലൈഫിൽ തന്നെ എൻ്റെ വേറൊരു ഗോളാണ് ബി മോർ ക്ലോസർ വിത്ത് അള്ളാഹ്, പഠിച്ചവനായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മീൻസ് ഗോൾ എന്ന് പറയുന്നത് എൻ്റെ റിലിജിയനെ പറ്റി കൂടുതൽ അറിയുക, ദുആസ് പ്രേയേഴ്സിൽ എന്തൊക്കെ ഇതാക്കുന്നതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഗ്രോത്തിലുള്ള ലാസ്റ്റ് സബ് കാറ്റഗറി ഇമോഷണൽ ലൈഫ്. നമ്മൾ ഇമോഷണൽ ലൈഫിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. ഞാൻ കൊടുത്തിട്ടുള്ള ലേൺ ടു അക്സെപ്റ്റ് ഇമോഷൻസ്.
എൻ്റെ ഇമോഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് എൻ്റെ എൻഡ് ഗോൾ. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മെയിൻ ഗോളാണ് ലേൺ മോർ. അതിന് വേണ്ടിയിട്ട് ഐ റീഡ് ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് ദെൻ ഐ വാച്ച് വീഡിയോസ്. ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ലേൺ ടു അക്സെപ്റ്റ് ഇമോഷൻ എന്നുള്ള എൻഡ് ഗോളിലേക്ക് റീച്ച് ചെയ്യും. അപ്പോൾ അതായിരുന്നു ലാസ്റ്റ് ഗോൾ കാറ്റഗറി. അപ്പോൾ ഇതൊരു റൂമിൻ്റെ ഒരു കോട്ടാണ്. മറഫങ്ങളുടെ സെഷനിൽ തന്നെ ഞാൻ കണ്ടൊരു കോട്ടാണിത്. When I run after what I think I want, my days are a furnace of stress and anxiety. If I sit in my own place of patience, what I need flows to me and without pain. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ അതിൻ്റെ പിറകെ ഓടുന്നതിന് പകരം നമ്മളെ മനസ്സിലാക്കുക, ഫോക്കസ് ഓൺ ആർ സെൽഫ്സ്, ലേൺ മോർ അബൌട്ട് ആർ സെൽഫ്സ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നമ്മളിലേക്ക് വരും. ലൈഫ് ഹാപ്പൻസ് ത്രൂ അസ് ആൻഡ് നോട്ട് ഫ്രം അസ്. അതാണ് ലാസ്റ്റ് സ്ലൈഡ്. താങ്ക് യു. ഗ്രേറ്റ്. എല്ലാവരും ഒരു കയ്യടി കൊടുത്തേ തൻഹക്ക്. തൻഹനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാണ്ടോ? Anybody have any question? I have one question. Yes. This goals started every day. There is timing there, or any every day there is a timing, divided timing for that achieving this goal, or any schedule there? അത് ഓരോ ഗോൾ അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ എങ്ങനെ ഇപ്പോൾ എൻ്റെ ഇതിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ സൈക്ലിംഗ് ഡെയിലി എന്ന് പറഞ്ഞില്ലേ, അപ്പം അതിന് ഞാൻ ഓരോ ടൈം സെറ്റ് ചെയ്യുക. പിന്നെ റീഡിങ് ഡെയിലി അതിന് ടൈം സെറ്റ് ചെയ്ത് ഡേ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചിലതുണ്ട് ലൈക്ക് ഗെറ്റ് എ സ്കോളർഷിപ്പ്, ബിക്കം എ ബിസിനസ് വുമൺ. അതിന് നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് അതിന് നമുക്കിപ്പോൾ ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതുണ്ട്. ഡെയിലി അതെന്തായാലും ലൈക്ക് നമുക്ക് എന്താണോ കഴിയുന്നത് അത് ചെയ്യാം. അങ്ങനെ ഓരോ ഗോൾ കഴിയുമ്പോഴാണ് അടുത്ത ഗോളിന് സെറ്റ്, അല്ലെങ്കിൽ എല്ലാ ഗോളിനുള്ള ഓരോ ദിവസവും അതിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഓരോ ഗോളിന് ഈ ലോങ് ടൈം, ഷോർട്ട് ടൈം ഗോളുകൾക്കൊക്കെ ടൈം കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആദ്യത്തെ ചെറിയ ഗോളുകൾക്ക് ശേഷം ഓരോ ഗോൾ അച്ചീവ് ചെയ്താണ് പോണത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? മനസ്സിലായി നമ്മളിപ്പോ മനസ്സിലായി. നമ്മളിപ്പോ ഇത് കൊടുക്കുമ്പോ തന്നെ ഈ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുമ്പോ തന്നെ ലൈക്ക് അതിന്റെ ഒരു വലിയ പാർട്ട് അവിടെ കഴിഞ്ഞ് അതിന്റെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എത്തിക്കഴിഞ്ഞാല് നമ്മൾക്ക് ഏത് രീതിയിലും അത് വരും. അപ്പൊ ബട്ട് നമ്മളെ പാർട്ടിന്ന് നമ്മള് എത്ര ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് കൊടുക്കണം. അതല്ലാതെ ഇറ്റ് വിൽ റീച്ച് ടു us.